Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മളിപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ ക്ലാസ്സില്? അതെ അതെ. ഓക്കെ, ഇവിടെ വരെ എടുത്തത് വാല്യൂ അനാലിസിസ് എടുത്തായിരുന്നു അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു അത്? അതെ. ഓക്കെ, നോക്കി എന്തൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്? ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ ഓരോന്ന്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്? Functional relays on functions value changes. ഫങ്ഷണൽ വാല്യൂ അല്ലെ? ഫസ്റ്റ് വൺ ആണ് ഫങ്ഷണൽ വാല്യൂ. അതായത് ആ ഒരു വസ്തുവിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി അല്ലെ, ഈ പ്രവർത്തനത്തെ ആശ്രയിച്ച് മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നു. ആ ഫങ്ഷൻസിനനുസരിച്ചായിരിക്കും ആ വാല്യൂ, ആ വസ്തുവിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ അല്ലെ? എക്സ്ചേഞ്ച് വാല്യൂവിൽ എന്തൊക്കെ വരും? എന്തൊക്കെയാണ് വരുന്നത് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുമ്പോ? ഒരു വസ്തു, ഒരു പഴയ വസ്തു നമ്മള് കൊടുക്കുന്നു അല്ലെ, പുതിയ വസ്തു വാങ്ങുന്നു. അപ്പൊ നമ്മൾ ആ ഒരു പഴയ വസ്തു നമ്മൾ കൊടുക്കുമ്പോ നമുക്കൊരു വില കിട്ടില്ലേ? നമുക്ക് കിട്ടാറില്ലേ? ഒരു വില കിട്ടിയിട്ട് അതിന്റെ കൂടെ ചേർത്തല്ലേ ബാക്കിയുള്ള പുതിയൊരെണ്ണം വാങ്ങുന്നേ. അപ്പൊ അതിനെയാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ എസ്റ്റീം വാല്യൂ എന്ന് പറയുമ്പോ ഏതാ? എസ്റ്റീം വാല്യൂ മോഹവില. ബഹുമാന മൂല്യം അല്ലെ? നമ്മുടെ അന്തസ്ത് കൂട്ടാനായിട്ട് നമ്മള് മോഹവില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോ എന്താ? കോസ്റ്റ് വാല്യൂ ന്യായമായ വില കൊടുത്തു വാങ്ങും. ന്യായമായ വില, അതായത് കൃത്യമായിട്ട് അതിന് എത്ര രൂപയുണ്ട് അല്ലെ, ധനപരമായ മൂല്യം, വില എത്രയാണ്, അതാണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ സമയം കഴിഞ്ഞും ഉപയോഗം ഉള്ളവരും. അതെ, അതിന്റെ ആ ഒരു കാലാവധി അല്ലെ? ഒരു മെഷീൻ ആണെങ്കിൽ അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞ് നമുക്കത് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മളത് സ്ക്രാപ്പിൽ അല്ലെങ്കിൽ ആർട്ടിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൂല്യം അല്ലെങ്കിൽ തുകയുണ്ടല്ലോ, ആ ഒരു വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് ടൈം വാല്യൂ അല്ലെ? ടൈം വാല്യൂ എന്താ? എക്സ്പയർ ഡേറ്റ് അത് കഴിഞ്ഞിട്ട് വാല്യൂ. അതെ അതെ അതെ, എത്രത്തോളം അത് നിലനിൽക്കും ആ ഒരു വസ്തു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അല്ലെ? നമ്മുടെ എക്സ്പയറി ഡേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, മെഡിസിൻസിന്റെയും ഡ്രഗ്സിന്റെ അല്ലെ? ആ എക്സ്പയറി ഡേറ്റിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു വാല്യൂ വ്യത്യാസം വരും. എക്സ്പയറി ഡേറ്റിന് മുൻപാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിന് മൂല്യം അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവില്ല അല്ലെ? അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? അതെ മാം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ബാക്കി ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ആണ് പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശ്യം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കി, ഫസ്റ്റ് വൺ ആണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഒരു വാല്യൂ, ഒരു വസ്തുവിന്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? സാധനങ്ങളെ
നീക്കം ചെയ്യുന്നു. അപ്പൊ അതിനൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മുടെ വീട്ടില് പുതിയതായിട്ട് ഒരു സാധനം മേടിച്ചു. ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു ടിവിയോ പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു. ഓൾറെഡി നമ്മുടെ ഒരു പഴയ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിൽ രണ്ടിലും ഏതിലാണ് കൂടുതൽ മൂല്യമുള്ളത്? പുതിയതിനാണോ പഴയതിനാണോ നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത്? ഏതിനായിരിക്കും? എന്താണ് ഒരു റെസ്പോണ്ട് ഇല്ലാത്തെ? പുതിയ വണ്ടിനാണ് അല്ലെ, ന്യൂ വണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂല്യം കൊടുക്കുന്നത് അല്ലെ. പഴയ വസ്തുക്കളെ ഉപേക്ഷിച്ച് നമ്മൾ ഒരു പുതിയ ഒരെണ്ണം വാങ്ങുമ്പോൾ നമ്മൾ ആ പുതിയതിനല്ലേ വാല്യൂ കൊടുക്കുന്നത്. പഴയ സാധനം നമ്മൾ എന്ത് ചെയ്യാറ്? പഴയ സാധനങ്ങള് അപ്പൊ പുതിയത് വരുമ്പോ നമ്മൾ പഴയത് എന്ത് ചെയ്യും? വീട്ടിൽ തന്നെ വെക്കോ? ഇല്ലല്ലോ. നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും അല്ലെ. അല്ലെങ്കിലോ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അത് സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ. അപ്പൊ അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? ആ ഒരു വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മൂല്യമില്ലാത്ത വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു, അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു അല്ലെ. ക്ലിയർ ആയോ ആ ഒരു സെന്റൻസ്, ആ ഒരു പർപ്പസ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഇപ്പോഴും ആ ഓരോ വസ്തുക്കളുടെയും മൂല്യം മനസ്സിലാക്കി മൂല്യം കുറവുള്ള വസ്തുക്കളെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവൽ ചെയ്യുന്നു. Then second one ആണ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. എന്താണ്? ഉപയോഗം എങ്ങനെയുള്ളതാണ്? ചിലവ് കുറയ്ക്കുന്നത്. കോസ്റ്റ് റിഡക്ഷൻ, ചിലവ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ നല്ല എന്താണ് സ്റ്റാൻഡേർഡ് നിലവാരമുള്ള കമ്പോണൻസിന്റെ ഉപയോഗം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മൾ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? എന്തൊക്കെ ബെനിഫിറ്റ്സാ അതുവഴി ഉണ്ടാവുന്നേ? ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷീൻ പ്രവർത്തനങ്ങൾ നല്ല മെച്ചപ്പെട്ടതായിരിക്കും. അതുപോലെ ചിലവ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ലാസ്റ്റിംഗ് അല്ലെ, ഒരുപാട് നാൾ അത് നിലനിൽക്കും. അതുപോലെ മെയിൻ്റനൻസ്, ലെസ് മെയിൻ്റനൻസ് ആയിരിക്കും അല്ലെ. മെയിൻ്റനൻസ് ചാർജുകൾ കുറവായിരിക്കും, കംപ്ലൈൻസ് വരുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മെയിൻ്റനൻസും കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുമ്പോ അത് പിന്നീട് നമ്മൾ എന്താണ് അത് മെയിൻ്റനൻസ് ചെയ്യാനും അതിനെ വർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചെലവാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലവ് കുറയ്ക്കാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണനിലവാരം കമ്പോണൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണന്റുകൾ ഉപയോഗിക്കുക. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ചിലവ് കുറയ്ക്കുന്നതിനായി വേണ്ടി സ്റ്റാൻഡേർഡ് കമ്പോണൻസിന്റെ ഉപയോഗം. മൂന്നാമതായി പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ എല്ലാ സവിശേഷതകളെയും പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു സാധനം ഏതെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മളാണെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് കടയിൽ പോയി. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി നോക്കും, അതിന്റെ വില നോക്കും, അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കും അല്ലെ. ഒരുപാട് ഫീച്ചേഴ്സ് നോക്കിയിട്ടല്ലേ നമ്മൾ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. അതെ, ബ്രാൻഡ് നോക്കും, പല കാര്യങ്ങളും നമ്മൾ അതിൽ നോക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോഴും ഓരോ സാധനത്തിന്റെയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം എന്താണ് പർച്ചേസിംഗ് ചെയ്യേണ്ടത്. Then inspection of cheaper quality materials for the advantages and use in an organization. ഒരു സ്ഥാപനം, ആ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലാണ് അല്ലെ, ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് ചീപ്പർ എന്താണ് വില കുറഞ്ഞ എന്നാൽ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. അപ്പൊ ഇവിടെ എന്താ ചീപ്പർ ക്വാളിറ്റി എന്ന് പറയുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങാനായിട്ട് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോ നമുക്ക് നമ്മുടേതായ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിലുള്ള സാധനമൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് കുറച്ച് വില കൂടുതലാണെന്ന് തോന്നി. നമ്മൾ അപ്പൊ എന്താ ചെയ്യുക? അവിടെ നിന്ന് വാങ്ങുമോ അത് അടുത്ത കടയിൽ പോയി അതേ സാധനം വില ചോദിക്കുമോ? എന്താ ചെയ്യാ? നമ്മൾ അടുത്ത കടയിൽ പോകും അല്ലെ. സെയിം സാധനത്തിന് പല കടകളിലും പല റേറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഏത് കടയിൽ നിന്നായിരിക്കും നമ്മൾ വാങ്ങുക?
സെയിം സാധനം തന്നെയാണ്, പല കടകളിലും പല റേറ്റ് ആണ്. കുറവുള്ള സ്ഥലത്ത് നിന്നായിരിക്കില്ലേ ഏറ്റവും ലോ പ്രൈസിൽ നമുക്ക് ആ സെയിം സാധനം എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കും അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, വില കുറവുണ്ടായിരിക്കണം, എന്നാൽ ഗുണനിലവാരത്തിൽ കുറവുണ്ടാവാനും പാടില്ല. ഗുണനിലവാരം എല്ലായിടത്തെയും പോലെ ഒരുപോലെ ആയിരിക്കണം, എന്നാൽ വില കുറവുള്ളതും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള സാധനങ്ങള് നമ്മൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ചിലവാകുന്ന തുകയിൽ കുറവ് വരും അല്ലെ. നമ്മൾ അത് എന്താണ് മറ്റു കടകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ മറ്റു കടയിൽ കൊടുക്കേണ്ടതായിട്ടുള്ള അത്രയും തുക നമുക്ക് ചിലവാകുന്നില്ലല്ലോ. അപ്പൊ അത് ആ വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് അല്ലേ, നേട്ടമല്ലേ. അപ്പൊ ആ ഒരു നേട്ടത്തിന് വേണ്ടി ആ വാങ്ങുന്ന ആ ഒരു സ്ഥാപനമാവാം, ഒരു വ്യക്തിയാവാം, അവരുടെ നേട്ടങ്ങൾക്കും അതുപോലെ ഉപയോഗത്തിനുമായിട്ട് എന്താ ചിലവ് കുറഞ്ഞ വില കുറഞ്ഞതില്ല വില എന്താണ് നമുക്ക് എപ്പോഴും കോസ്റ്റ് കുറയ്ക്കണം അല്ലെ. അതിനു വേണ്ടി എന്താണ് ചീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ money to be spent and realization of its worth in due course. ഇനി എന്താ, ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ്. നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുക. ഏതാണ് ആ ഒരു ചിലവഴിക്കേണ്ടതായ പണത്തിന്റെ സ്രോതസ് എന്താണ് അത് പരിശോധിക്കുക. ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. എന്താണ്, ഏത് സാധനമാണോ നമ്മൾ വാങ്ങുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക. നമ്മൾ ചോദിക്കാറില്ലേ, ഒരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോ ഇത് വർത്താണോ, ആ ഒരു വിലയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിക്കാറില്ലേ. അത് ഓക്കെ ആണോ, നല്ലതാണോ സാധനം, ആ ഒരു വിലയ്ക്ക് വർത്താണോ നമ്മൾ ആരുടെയെങ്കിലും ചോദിക്കാറില്ലേ, അവരുടെ ഒപ്പീനിയൻസ് ചോദിക്കാറില്ലേ. അതുപോലെ തന്നെ ഈ വാങ്ങുന്ന സാധനം യഥാർത്ഥ അവരുടെ ആ ഒരു സാധനത്തിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ മൂല്യം എത്രയാണെന്ന് ശരിക്കും തിരിച്ചറിയുക. അതുപോലെ തന്നെ ആ ചിലവാക്കുന്ന ആ ഒരു സാധനം വാങ്ങാനായിട്ട് നമ്മൾ എത്ര രൂപ ചിലവാക്കേണ്ടതായിട്ട് വരും, അതുമായി ബന്ധപ്പെട്ട ആ ഒരു ചിലവാക്കേണ്ട പണത്തിന്റെ സ്രോതസ് എന്താണെന്ന് കൂടി കണ്ടെത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പരിശോധിക്കുക. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ് എന്താണ് ഫസ്റ്റ് പറഞ്ഞത്, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. വാല്യൂ അനുസരിച്ച് ഓരോ വസ്തുക്കളുടെയും മൂല്യം അനുസരിച്ച് എന്ത് ചെയ്യുക, മറ്റ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മൂല്യം കുറഞ്ഞ വസ്തുക്കളെ നീക്കം ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു, പുതിയൊരെണ്ണം വാങ്ങുമ്പോൾ അതിനായിരിക്കും ഏറ്റവും മൂല്യം കൂടുതൽ അല്ലെ. അപ്പൊ പഴയ ഉപയോഗശൂന്യമായതോ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അധികം ഉപയോഗിക്കാൻ പറ്റാത്തതോ ആയവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നീക്കം ചെയ്യുന്നു, വാല്യൂ അനുസരിച്ച് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമതായി പറഞ്ഞത് സ്റ്റാൻഡേർഡ് കമ്പോണൻസ്, അല്ലെങ്കിൽ വളരെ നല്ല നിലവാരത്തിലുള്ള ഉപകരണങ്ങളായിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അപ്പാരൻസുകളായിക്കോട്ടെ, ഇവയെല്ലാം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായി പറഞ്ഞ എന്താ, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു സാധനത്തിന്റെ എല്ലാ സവിശേഷതകളും ശരിയായി പരിശോധിച്ച് അതിനനുസരിച്ചായിരിക്കണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി, വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. എന്തിനു വേണ്ടിയാ, ആ വാങ്ങുന്ന സ്ഥാപനത്തിന്റെ എല്ലാ വ്യക്തികളുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ പരിശോധനകൾ നടത്തുക. ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുക, അല്ലെങ്കിൽ സോഴ്സ് പരിശോധിക്കുക. അതുപോലെ അതിന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്നുള്ളത് കൂടി തിരിച്ചറിയുക. ക്ലിയർ ആണോ അത്? പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസും അതുപോലെ പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഫ്ലോ ചാർട്ടും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്.
മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും തലവനായിരിക്കുന്നത് ആരാണ്? ആരാണ് തലവനായിരിക്കുന്നത്? മെറ്റീരിയൽസ് മാനേജർ അല്ലെ. മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് പർച്ചേസിംഗും സ്റ്റോറിംഗും വരുന്നത്. അപ്പൊ മെറ്റീരിയൽസ് മാനേജർ എന്ന് പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അവരുടെ കീഴിൽ 2 വിഭാഗമായി തിരിച്ചാണ് ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിലൊരു വിഭാഗമാണ് പർച്ചേസിംഗ് വിഭാഗവും, മറ്റൊരെണ്ണം എന്താ? സ്റ്റോർ അല്ലെ. സ്റ്റോറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൽ പർച്ചേസ് വിഭാഗത്തില് മെറ്റീരിയൽസ് മാനേജറിന്റെ നേരെ കീഴിൽ വരുന്നത് ആരാണ്? പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജറുടെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ. അതിന് കീഴിൽ വരുന്നതാണ് പർച്ചേസ് അസിസ്റ്റന്റ്. ഇനി സ്റ്റോറുമായി ബന്ധപ്പെട്ട് നോക്കിയേ, മെറ്റീരിയൽസ് മാനേജറുടെ നേരെ കീഴിൽ വരുന്നത് ആരാ? സ്റ്റോഴ്സ് മാനേജർ. അതിന് കീഴിൽ അസിസ്റ്റന്റ് മാനേജർ. അതിന് കീഴിൽ ആരാ വരുന്നത്? സ്റ്റോർ കീപ്പർ. ക്ലിയർ ആയോ? മെറ്റീരിയൽസ് മാനേജർ എന്ന് പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഹെഡായി പ്രവർത്തിക്കുന്നത്. അവരുടെ കീഴിൽ 2 വിഭാഗമായി തിരിഞ്ഞാണ് ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു വിഭാഗം പർച്ചേസിംഗിന് വേണ്ടിയും ഒരു വിഭാഗം സ്റ്റോറിംഗിന് വേണ്ടിയിട്ടും. അതിൽ പർച്ചേസ് വിഭാഗത്തിന്റെ മാനേജർ ആരാണ്? പർച്ചേസ് മാനേജർ ഉണ്ട്. അവർക്ക് കീഴിലായിട്ട് അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്. അതിന് കീഴിലായിട്ട് പർച്ചേസ് അസിസ്റ്റന്റ് ഉണ്ട്. ഇനി സ്റ്റോറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെ സ്റ്റോർ മാനേജർ ഉണ്ട്. അതിന് കീഴിൽ അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്. അതിന് കീഴിൽ ആരാ ഉള്ളത്? സ്റ്റോർ കീപ്പർ ഉണ്ട്. ക്ലിയർ ആയോ? ആ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലായോ? ചോദിക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇവിടെ കയറ്റി എഴുതിയിട്ട് എന്താണ് ഒരു ഓഡ് വൺ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കറക്റ്റ് ആയവ ചൂസ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. രീതിയിൽ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. പർച്ചേസുമായി സ്റ്റോറുമായി കണക്ട് ചെയ്തൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മള് മെയിൻ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് തന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, പർച്ചേസിംഗ് എന്താണ്? ഒരു പർച്ചേസിംഗ് നോക്കിയേ, പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി അല്ലെ. ബൈയിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ വാങ്ങുന്ന സ്ഥാപനം അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു വ്യക്തിയാവാം അല്ലെ. അവർക്ക് ഗുഡ്സ് ആൻഡ് സർവീസ്, സരക്കുകളും സേവനങ്ങളും അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഒരു ക്രമീകരിച്ച് ലഭ്യമാക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എന്താണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല്? പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. ആ വാങ്ങുന്ന സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിക്ക് സാധനങ്ങളും സേവനങ്ങളും ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. Then purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. അതുപോലെ ഈ പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് റിക്വയർഡ് ഐറ്റംസ്, ആവശ്യമായ സാധനങ്ങൾ സമയബന്ധിതമായും ടൈംലി മാനറില് സമയബന്ധിതമായും അറ്റ് എ റീസണബിൾ കോസ്റ്റ് ന്യായമായ വിലയിലും ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. എന്താണ്? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ആവശ്യമായ സാധനങ്ങൾ സമയബന്ധിതമായും ന്യായമായ വിലയിലും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് undertaken by the hospital. ഇനി ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രി ഏറ്റെടുക്കുന്ന ആവശ്യങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ അനുസരിച്ചായിരിക്കും പർച്ചേസിംഗ് നടക്കുന്നത്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വാങ്ങുന്ന ഒരു സ്ഥാപനമാവാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെ. ആ വാങ്ങുന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാധനങ്ങളും സേവനങ്ങളും ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്.
ഇനി പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതായ പ്രധാന 2 കാര്യങ്ങളാണ് ആവശ്യമായ സാധനങ്ങൾ സമയബന്ധിതമായും അതുപോലെ തന്നെ ന്യായമായ വിലയിലും ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെയല്ലേ നമ്മളൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു, അത് നമുക്ക് എന്താണ് ടൈംലി മാനറിൽ അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സാധനം കിട്ടണം അല്ലെ. അതുപോലെ ഒരു റീസണബിൾ കോസ്റ്റിലുമായിരിക്കണം, ന്യായമായ വിലയിലും നമുക്ക് ആ സാധനം ലഭ്യമാക്കണം അല്ലെ. അതാണ് പർച്ചേസിംഗിന് ഏറ്റവും പ്രധാനമായി ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഹോസ്പിറ്റലിലാണെങ്കിൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്ന പുതിയൊരു പുതിയൊരു ആവശ്യങ്ങളാവാം. എന്തെങ്കിലും പുതിയൊരു സർവീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഉള്ള സർവീസുകൾ തന്നെ ചിലപ്പോൾ വിപുലീകരിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് ആവശ്യമായി വരാം അല്ലെ. അപ്പൊ കൂടുതൽ പർച്ചേസിംഗ് നടത്തണം. എപ്പോഴും ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റെടുക്കുന്ന ആവശ്യകതകളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പർച്ചേസിംഗ് നടക്കുന്നത്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. നമ്മള് മാർക്കറ്റിംഗ് പഠിച്ചില്ലേ? മാർക്കറ്റിംഗ് എന്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ എന്താ പഠിച്ചേ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചില്ലേ? ഏതിന്റെ അടിസ്ഥാനത്തിലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താ പഠിച്ചത് നമ്മള്? എന്താണ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു 4 P's പഠിച്ചോ? 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചില്ലേ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആ 4 P'സിനെ അടിസ്ഥാനമാക്കിയാണ് അല്ലെ. ഏതാണെന്ന് പറയണ്ട, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മാം പറഞ്ഞതാണ് കേട്ടോ. നോക്കി ഇവിടെയും പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് അതുപോലൊരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് 6 R's ഓഫ് പർച്ചേസിംഗ്. ഇതാണ് 6 R's ഓഫ് പർച്ചേസിംഗ്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗിൽ നമ്മള് 4 P's അല്ലേ പഠിച്ചത്. ഇവിടെ 6 R's ആണ്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് 6 R's ആണ് വരുന്നത് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളാം കേട്ടോ. ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, ആദ്യത്തേതാണ് റൈറ്റ് ക്വാളിറ്റി, ശരിയായ ഗുണനിലവാരത്തിലുള്ളതും, ആൻഡ് റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവിലും, ആൻഡ് റൈറ്റ് പ്രൈസ്, ശരിയായ വിലയിലും, ഫ്രം എ റൈറ്റ് എന്നാണ് കേട്ടോ. അവിടെ റൈറ്റ് എന്നാ കിടക്കുന്നത്, റൈറ്റ് വെൻഡർ എന്നാണ്. RIGHT ആണ്. റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്. റൈറ്റ് ശരിയായ, ആരാണ് വെൻഡർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ശരിയായ ഉറവിടത്തിൽ നിന്നോ. അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത് അല്ലെ, ഡെലിവറി പീരീഡ് ശരിയായ സമയത്ത്, ആൻഡ് അറ്റ് എ റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്തും ഡെലിവറി ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത് 6 R's ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തോ നിങ്ങള്. ആ ഒരു ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് കണ്ടോ? അതിന് മുൻപ് ഒരു ബ്രാക്കറ്റ് ഇല്ലേ? ആ ഒരു മുൻപത്തെ ആ ഒരു ബ്രാക്കറ്റ് രണ്ടും ഒന്ന് കളഞ്ഞേക്കട്ടോ. പർച്ചേസിംഗ് കഴിഞ്ഞതും ശേഷമുള്ളതും ആ ഒരു ഡെലിവറി മുന്നുള്ളതും ഓഫ് ഡെലിവറി എന്നുള്ളതിന് മുൻപുള്ളതും ആ ഒരു ബ്രാക്കറ്റ് അവിടെ വേണ്ടാത്തതാണ്. അതുപോലെ ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ആ 1 ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം. ചെയ്തോ? ഓക്കെ. ഇനി ആ ഒരു 6 R's ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. കിട്ടിയോ? ചെയ്തോ അത്? ഓക്കെ. ഇനി നോക്കിയേ ഒന്നും കൂടി നോക്കിയേ. എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് 6 R'സിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ആ 1 അങ്ങോട്ട് ഒന്ന് വെട്ടിക്കളഞ്ഞത് മിസ്റ്റേക്ക് വന്നില്ല. ഹൈഫൺ വരേണ്ടതായിരുന്നു അവിടെ. നോക്കിയേ 6 R's ഓഫ് പർച്ചേസിംഗ് അല്ലെ. അപ്പൊ അതെന്താണ്? എപ്പോഴും ശരിയായ ഗുണനിലവാരത്തിന് അല്ലെ. ഇപ്പൊ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ആ സാധനം ലഭ്യമാകേണ്ടത് എങ്ങനെയാണ്? ശരിയായ ക്വാളിറ്റിയിലായിരിക്കണം അല്ലെ, നല്ല ഗുണനിലവാരത്തിലായിരിക്കണം, നല്ല ക്വാണ്ടിറ്റി ശരിയായ അളവിലായിരിക്കണം, അതുപോലെ ശരിയായ വിലയിലായിരിക്കണം,
ശരിയായ കച്ചവടക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ശരിയായ ഉറവിടത്തിൽ നിന്നും ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും നമുക്ക് അത് എന്ത് ചെയ്യണം, ഡെലിവർ ചെയ്ത് കിട്ടണം, അല്ലെ, വിതരണം ചെയ്ത് കിട്ടണം. അതല്ലേ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു സാധനം, നമ്മളാണെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളാണെങ്കിലും നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാറില്ലേ, ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ വെബ്സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലും നല്ല കൃത്യമായി അവർ പറയുന്ന സമയത്തും നമുക്ക് ഡെലിവർ ചെയ്തില്ലെങ്കിൽ നമ്മളെ പിന്നീട് അവരുമായിട്ട് ഒരു പർച്ചേസിംഗ് ഡീൽ നടത്തോ? ഇല്ല, അല്ലെ. നമുക്ക് അവരോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും, അല്ലെ. അത് നമുക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ, നമ്മൾ ആ ഒരു പോയിന്റ് കിടക്കുന്നുണ്ടോ, വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ. അത് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇത് കഴിഞ്ഞാ വരുന്നത്. ഓക്കെ, ഇവിടെ ഡെലിവറി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പീരീഡ് ഓഫ് ടൈം, അല്ലെ. ഡെലിവറി അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഒരു സമയം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വിതരണം ചെയ്യുന്ന സമയം എങ്ങനെയാണ്, കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നുണ്ടോ, അവർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അത് ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്നത്. അതുപോലെ അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് അതിലൂടെയാണ് ഇത് ശരിയായ ഒരു ക്വാളിറ്റിയിൽ ആളുകൾക്ക് എത്തിക്കുക, ശരിയായ ക്വാണ്ടിറ്റിയിൽ എത്തിക്കുക, ശരിയായ ന്യായമായ വിലയിൽ എത്തിക്കുക, അതുപോലെ ശരിയായ കച്ചവടക്കാർ അല്ലെങ്കിൽ ഉറവിടങ്ങളിൽ നിന്ന് ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും സാധനങ്ങൾ ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്രയും ഭാഗം? 6 hours ക്ലിയർ ആയോ? ഓക്കെ. Then other objectives include keeping the constant flow of materials and to guarantee higher productivity. ഇനി എന്താണ് പറയുന്നത്, മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് മറ്റ് ലക്ഷ്യങ്ങൾ നോക്കി. include keeping the constant flow of materials and to guarantee higher productivity. എന്താണ് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസിന്റെ തുടർച്ചയായ അല്ലെങ്കിൽ നിരന്തരമായ ഒരു ഫ്ലോ, അല്ലെ. എന്താണ് ഇവിടെ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ നിരന്തരമായ ഒഴുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത് എന്താ, സ്റ്റോക്കുകൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ. അല്ലാതെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നത്. ആ സാധനങ്ങൾ ഏതൊക്കെയാണോ സ്റ്റോക്ക് അവൈലബിൾ അല്ലാതെ വരുന്നത്, അപ്പൊ ആ സാധനങ്ങൾ കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ. അതാണ് ഒരു നിരന്തരമായ മെറ്റീരിയൽസിന്റെ ഒരു നിരന്തരമായ ഒഴുക്ക് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക. Then and to guarantee higher productivity, നല്ല ഒരു ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുക. ഈ പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന ഓരോ സാധനങ്ങളും ഒരു എക്യുപ്മെന്റ് ആവാം, ഒരു മെഷീൻ ആവാം, എന്ത് സാധനമായിക്കൂടെ നല്ല രീതിയിൽ അത് ഉൽപാദനക്ഷമതയുള്ളതാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഹയർ പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ളതാണ് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. അതാണ് other objectives include keeping the constant flow of materials and to guarantee higher productivity. എപ്പോഴും ആ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഫ്ലോ, അല്ലെ, ആ ഒരു നിരന്തരമായ മെറ്റീരിയൽസിന് ഒരു നിരന്തരമായ ഒഴുക്ക് നിലനിർത്തുക. സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, നിലനിർത്തണം. അതുപോലെ തന്നെ ഹയർ പ്രൊഡക്ടിവിറ്റി, സാധനങ്ങളുടെ ഉൽപാദനക്ഷമത, നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വരുന്നതാണ് വെൻഡർ ഇവാലുവേഷൻ. നമ്മുടെ ആ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിലയിരുത്തുകയാണ്, അല്ലെ. കച്ചവടക്കാരെ വിലയിരുത്തുന്നു. ഈസ് പെർഫോംഡ് റിലേയിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. ഇനി നമ്മളൊരു കച്ചവടക്കാരെ വിലയിരുത്തുമ്പോൾ എന്തിനേക്ക് ആശ്രയിച്ചായിരിക്കും അവരുടെ ആ ഒരു പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്? ഓൺ ക്വാളിറ്റി റേറ്റിംഗ്, അല്ലെ. ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്, ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഡെലിവറി റേറ്റിംഗ്, നമുക്ക് കൃത്യസമയത്ത് അത് ആ ടൈം പീരീഡിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടോ, അത് വിതരണം ചെയ്യുന്നുണ്ടോ, അതിന്റെ അനുസരിച്ചായിരിക്കും, ഈ 2 കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും ആ ഒരു വെൻഡറിന്റെ അല്ലെങ്കിൽ ആ ഒരു കച്ചവടക്കാരന്റെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുന്നത്, അല്ലെ. നമ്മുടെ ഒരു ഓൺലൈൻ ഒരു സൈറ്റിൽ കയറി നമ്മളൊരു സാധനം വാങ്ങി, ഓർഡർ ചെയ്തു, പർച്ചേസ് ചെയ്തു, അത് നമ്മുടെ സാധനം നമുക്ക് അവർ കൊണ്ടു തന്നു.
ആ കൊണ്ടു തന്നത് അവർ പറഞ്ഞ സമയത്തൊന്നും അല്ല. നമുക്കൊരു സമയം പറയില്ലേ, ഇന്ന ദിവസം ഇത്ര മണിക്കൂറിൽ തരും എന്നൊക്കെ നമുക്ക് കിട്ടില്ലേ, അവരുടെ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ സമയത്തൊന്നും അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ സാധനം അവർ ഡെലിവറി ചെയ്തത്. അത് മാത്രമല്ല അതിന്റെ ക്വാളിറ്റി, നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഒന്നുമില്ല എങ്കിൽ പിന്നെയും നമ്മൾ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യോ? പിന്നെയും ആ ഒരു വെബ്സൈറ്റിൽ കയറി നമ്മൾ പർച്ചേസ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവോ? ഇല്ല അല്ലെ. അത് തന്നെയാ പറയുന്നത്. നമ്മൾ ആ ഒരു വെൻഡറിനെ അവിടെ വിലയിരുത്തി അല്ലെ, അവരുടെ ആ ഒരു ക്വാളിറ്റി നല്ലതല്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൃത്യമായിട്ട് ടൈം ബേസിൽ അവർ നമുക്ക് ആ സാധനം ഡെലിവറി ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അവരുടെ ആ ഒരു പെർഫോമൻസിനെ വിലയിരുത്തി അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് എന്താ ഒരു പർച്ചേസിംഗ് ഡീലുകൾ കുറയ്ക്കില്ലേ? അത് തന്നെ ഇവിടെയും പറയുന്നത്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കച്ചവടക്കാരുണ്ട് അല്ലെ, വെൻഡേഴ്സ് ഉണ്ടല്ലോ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെയും നമ്മളിങ്ങനെ മനസ്സിലാക്കണം. വെൻഡർ ഹാസ് to be trustworthy. വെൻഡേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായിരിക്കണം അല്ലെ. വിശ്വാസമുള്ളവർ, നമുക്ക് വിശ്വാസം തോന്നണം അവരുടെ അടുത്ത്. നമ്മളിപ്പോ ആ സാധനം ഒരെണ്ണം ഓർഡർ ചെയ്തു, നല്ല ക്വാളിറ്റിയിലും നല്ല കൃത്യമായ സമയത്തൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോടൊരു വിശ്വാസം തോന്നുകയും നമ്മൾ പിന്നെയും അവരുമായിട്ടുള്ള പർച്ചേസിംഗ് ഡീലുകൾക്ക് മുതിരുകയും ചെയ്യും അല്ലെ. അതേസമയം ആ ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടിയത് നല്ല ക്വാളിറ്റിയിലുള്ളതും കൃത്യസമയത്ത് ഇപ്പൊ പറഞ്ഞ ഡേറ്റിന് മുമ്പൊക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് എന്താണ് പിന്നെയും ആ ഒരു വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആ ഒരു വെഞ്ചർ അല്ലെങ്കിൽ ആ ഒരു കച്ചവടക്കാരനോട് ഒരു ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ഒരു വിശ്വസ്തരായിരിക്കണം. ആൻഡ് ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലിൽ നിലവിൽ ആ ഹോസ്പിറ്റലുകളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതാണ് അംഗീകരിച്ച കച്ചവടക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അവര് ആ ഒരു അംഗീകരിച്ച ആ കച്ചവടക്കാരുണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേഷൻ നടത്തി നല്ലതാണെന്ന് അവർ അംഗീകരിച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റിലുള്ളവരോടായിരിക്കും എന്ത് ചെയ്യുന്നത്? പർച്ചേസിംഗ് കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്? നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് കണക്ട് ചെയ്താൽ പഠിക്കാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് നോക്കി, purchasing is a business function since we convert resource into services and is then issued. ഇനി പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രവർത്തനമാണ്. Since we convert resource into services is then issued. എന്താ ചെയ്യുന്നത് ഇവിടെ? റിസോഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ ഇവിടുത്തെ വിഭവം എന്ന് പറയുന്നത് എന്താണ്? ആ പർച്ചേസ് ചെയ്ത് വരുന്ന ഏത് സാധനവുമാകാം. അപ്പൊ അതൊരു മെഷീൻ ആണെന്ന് വിചാരിച്ചോ, ഒരു മെഷീൻ ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വരുന്നത്. ആ ഒരു മെഷീൻ എക്സ്റേയോ അല്ലെങ്കിൽ എക്സ്റേ ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ സ്കാനിങ് മെഷീനോ ഏത് മെഷീനും ആയിക്കോട്ടെ, അത് വരുന്ന ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെറുതെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. അതിനെ ഒരു സർവീസ് ആക്കി മാറ്റി ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. പർച്ചേസ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ. ഒരു ബിസിനസ് പ്രവർത്തനമാണെങ്കിൽ കൂടി നമ്മൾ ആ വരുന്ന റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളെ സർവീസുകളാക്കി മാറ്റി ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നു, ആളുകളിലേക്ക് അത് എത്തിക്കുന്നു. Then purchasing is a spending function. അത് കൂടാതെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ചിലവിടൽ പ്രക്രിയയാണ് അല്ലെ. And it coordinate with the finance department in event of bulk purchase. ഇനി ഇതൊരു ചിലവിടൽ, നമുക്ക് പണം മുടക്കാതെ അല്ലെങ്കിൽ ചിലവാക്കാതെ നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റോ? ഇല്ല. നമുക്ക് വെറുതെ ആരും തരില്ല അല്ലെ, നമ്മൾ അതിന് പണം ചിലവാക്കണം. അപ്പൊ അതൊരു ചിലവിടൽ പ്രവർത്തനമല്ലേ. അപ്പൊ ആ ഒരു ചിലവിടൽ പ്രവർത്തനം അല്ലെങ്കിൽ പണം ചിലവാക്കേണ്ടതായിട്ട് വരുമ്പോ അത് ആരുമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്? ആ ഹോസ്പിറ്റലിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം പർച്ചേസിംഗ് ചെയ്യേണ്ടത്. അത് എന്താണ് പ്രത്യേകിച്ച് ഏതിന്റെ കാര്യത്തിലാണ് പറയുന്നത്? ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസ്. എന്താണ്? വലിയ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു തുക നമ്മൾ അതിന് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു പർച്ചേസും ചിലവിടൽ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രക്രിയകളെല്ലാം ചെയ്യേണ്ടത്. Then purchasing is a vigorous management. എന്താണ്? മാനേജ്മെന്റ് ആക്ടിവിറ്റി. പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു ഊർജ്ജസ്വലമായ മാനേജ്മെന്റ് പ്രവർത്തനമാണ്. As we require proper planning of materials അല്ലെ. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയായിരിക്കണം പർച്ചേസിംഗ് നടത്തേണ്ടത്. ആൻഡ് പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഈ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളുടെ ഏകദേശം അതിന് എത്ര രൂപ വില വരും എന്നുള്ളത് എന്ത് ചെയ്യുക, പ്രവചിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഏതൊക്കെ സാധനങ്ങൾക്കാണ് ഡിമാൻഡ് ഉള്ളത്, അത് ഏതൊക്കെ സാധനങ്ങളാണ്, അതിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഏതൊക്കെ സാധനങ്ങൾക്ക് ഡിമാൻഡ്, നിലവിൽ വളരെ ഡിമാൻഡ് ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് മുൻകൂട്ടി കാണുക. ആൻഡ് ഓർഗനൈസിംഗ്, എന്താണ്, ലൈക് അറേഞ്ച്മെന്റ്സ് ഫോർ പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾക്കുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. ആൻഡ് കോർഡിനേഷൻ, ഏകോപനം നടത്തുക. ആൻഡ് ഏബിൾ അഡ്മിനിസ്ട്രേഷൻ, എന്താണ്, കഴിവുള്ള ഒരു ഭരണം. ആൻഡ് ടൈംലി ഡിസിഷൻ, സമയോചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. അല്ലെങ്കിൽ വിഗ്രസ് മാനേജ്മെന്റ്, ഊർജ്ജസ്വലമായിട്ടുള്ള മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് വേണം സാധനങ്ങൾ എന്തൊക്കെ വേണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയായി ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് വേണം പർച്ചേസിംഗ് ചെയ്യാനായിട്ട്. അതുപോലെ ഇത്രയും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടി എത്ര രൂപ നമ്മൾ ഈ പർച്ചേസിങ്ങിന് വേണ്ടി ചിലവിടേണ്ടതായിട്ട് വരും, ആ ഒരു വില നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴും മുൻകൂട്ടി കാണുക. അതുപോലെ ഏതൊക്കെ സാധനങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതിനനുസരിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, തയ്യാറെടുപ്പുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ ഓർഗനൈസിംഗ്, സംഘടിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. ആൻഡ് കോർഡിനേഷൻ, ഏകോപനം നടത്തുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഭരണം അല്ലെ, കഴിവുള്ള ഒരു ഭരണം, നല്ല ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായാലാണ് ഈ പർച്ചേസിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അതുപോലെ സംയോജിതമായിട്ടുള്ള തീരുമാനങ്ങളോ ഈ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ ഈ പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു ഊർജ്ജസ്വലമായ മാനേജ്മെന്റ് പ്രവർത്തനമാണ്. ക്ലിയർ ആണോ അത്രയും? നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി പറയുന്നുള്ളൂ. Purchasing of hospitals vary according to the size and activities of the hospital. അല്ലെ, പർച്ചേസിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ച് പർച്ചേസിംഗിൽ വ്യത്യാസങ്ങൾ വരാം അല്ലെ. ഒരു ചെറിയ ഹോസ്പിറ്റലാണ്, അവിടെ അധികം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ഡിപ്പാർട്ട്മെന്റുകളും കുറവാണ്, അതിനനുസരിച്ചുള്ള സർവീസും പ്രവർത്തനങ്ങളും ഒക്കെ കുറവാണെങ്കിൽ അവിടെ പർച്ചേസിംഗ് കുറവ് മതിയല്ലോ. അതേസമയം വലിയൊരു ഹോസ്പിറ്റല് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, അവിടെ മെറ്റീരിയൽസിന്റെ പർച്ചേസിങ്ങിന് കൂടുതലായിട്ട് വേണ്ടി വരാം. എപ്പോഴും ഹോസ്പിറ്റലിന്റെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റൽ സൈസ് വലിപ്പത്തിനനുസരിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെയും ബന്ധപ്പെട്ടായിരിക്കും ആ ഹോസ്പിറ്റൽ പർച്ചേസിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ക്ലിയർ ആണോ? അത്രയും ഭാഗം ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 types of purchase in hospital. ഹോസ്പിറ്റലില് 3 ടൈപ്പിലാണ് പർച്ചേസിങ് നടക്കുന്നത്. സിമ്പിൾ ആണ് കേട്ടോ, ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പറയുന്നത്. കുറച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ടൈപ്പ് ആണ് ലോക്കൽ പർച്ചേസ്. എന്തായിരിക്കും ഒരു ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ? നമ്മളാണെങ്കിലും ലോക്കൽ പർച്ചേസ് ചെയ്യാറില്ലേ? എന്താണ് ഒരു ലോക്കൽ പർച്ചേസ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും ഒരു ലോക്കൽ പർച്ചേസ്? പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും ഒരു ലോക്കൽ പർച്ചേസ്? സ്ട്രീറ്റുകള്. ഇവിടെ എന്ന് പറയുമ്പോ അത്ര സ്ട്രീറ്റ് അല്ല, നമ്മൾ പറയാറ് ഇതൊരു ലോക്കൽ, നമ്മുടെ ലോക്കലിൽ നിന്ന് പർച്ചേസ് ചെയ്തതാ. നിയർ ബൈ പ്ലേസസ് അല്ലെ, തൊട്ടടുത്ത സ്ഥലങ്ങളില് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും അവിടുത്തെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലോക്കൽ പർച്ചേസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നോക്കിയേ, local purchasing is a preference to buy goods and services
which are locally produced rather than those produced in distant places. എന്താണ് വിദൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള വിദൂര സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതെ നമ്മുടെ ലോക്കലി അല്ലെങ്കിൽ തൊട്ടടുത്ത ഇടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ, സാധനങ്ങളാവാം സേവനങ്ങളാവാം, അത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, പ്രിഫറൻസ് അല്ലെങ്കിൽ മുൻഗണന നൽകുന്നതിനെയാണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും നമ്മുടെ ദൂരെ ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം അല്ലെ, അവിടെ നിന്ന് വാങ്ങാതെ നമ്മുടെ തൊട്ടടുത്ത് എവിടെയാണോ ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് അവിടെ നിന്ന് വാങ്ങുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. അതാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ലോക്കൽ പർച്ചേസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് ഫ്രം സപ്ലയർ. വിതരണക്കാരിൽ നിന്ന് പർച്ചേസ് ചെയ്യുക അല്ലെ, വിതരണക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുക. when the purchase order is required by your supplier, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സപ്ലയർ അല്ലെങ്കിൽ ആ വിതരണക്കാരിലേക്ക് നമ്മൾ ആ ഒരു സപ്ലയറിലേക്ക് പർച്ചേസിങ്ങിന് വേണ്ടതായിട്ടുള്ള ഓർഡർ കാര്യങ്ങൾ കൊടുക്കുന്നു അല്ലെ. ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ ആ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് it forms a valid agreement between you the customer and your supplier. എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സപ്ലയറുമായിട്ട്, ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ അല്ലേ പർച്ചേസ് ചെയ്യുന്നേ. അപ്പൊ അവിടെ എപ്പോഴും അവർക്ക് ആവശ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഓർഡറും കാര്യങ്ങളും കൊടുക്കുമ്പോ അവിടെ ആ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ആരാ, ആ പർച്ചേസിങ് ചെയ്യുന്നത് ആരാണോ അവർ. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ വിഭാഗമാണ് കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ സപ്ലയർ ഉണ്ടാവുമല്ലോ, അവര് തമ്മിലൊരു എഗ്രിമെന്റ്, വാലിഡ് എഗ്രിമെന്റ്, എന്താണ്, ഒരു കരാർ അല്ലെ. ഒരു കരാർ എന്ത് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയായിരിക്കും ഒരു കരാർ രൂപപ്പെടുത്തുന്നത്? നോക്കി, ആ കരാറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ടു ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡക്ട്സ് ഓർ പ്രൊവൈഡ് സർവീസ്. ആ ഒരു പ്രൊഡക്റ്റ് ഏതാണോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റുകള് അല്ലെങ്കിൽ ആ സർവീസുമായി ബന്ധപ്പെട്ട വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആ കരാറിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓൺ ടൈം, ഏത് സമയത്ത് അവരത്, എത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏത് സമയത്ത് അവരത് ഡെലിവറി ചെയ്യും എന്നുള്ള കാര്യം ഉണ്ടാവും. ആ പ്രൈസ് എഗ്രീഡ്, പ്രൈസിന്റെ സി ആക്കാട്ടോ, ഇസഡ് ആ കിടക്കുന്നത് സി ആക്കാട്ടോ. പ്രൈസ് എഗ്രീഡ്, പ്രൈസ് എഗ്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, റിഡക്ഷൻ ചെയ്ത് തരാറില്ലേ, ഡിസ്കൗണ്ടുകളൊക്കെ തന്നെ വില കുറച്ച് തരാറില്ല, ഹോൾസെയിൽ റേറ്റിൽ തരുന്നു എന്നൊക്കെ അവർ പറയാറില്ലേ നമ്മുടെ അടുത്ത്, ഒരുപാട് സാധനം ഒരുമിച്ച് വാങ്ങുമ്പോ. അപ്പൊ നമ്മൾ ആ ഒരു മാർക്കറ്റിൽ ശരിക്കും അവർ വിൽക്കുന്ന വിലയേക്കാൾ ചിലപ്പോൾ കുറവായിരിക്കും നമുക്ക് തരുന്നത് അല്ലെ. അവര് നമുക്ക് വാക്ക് തരുന്ന ഒരു വിലയാണത് അല്ലെ, നമുക്ക് ഇത്ര രൂപയ്ക്ക് അവർ തന്നേക്കാം എന്ന് പറയില്ലേ. അപ്പൊ ആ ഒരു വാക്ക് തരുന്ന ആ ഒരു പ്രൈസ് എഗ്രീഡ്, ഒരു വാക്ക് തന്നത് അല്ലെങ്കിൽ അവര് സമ്മതിച്ചിട്ടുള്ള ആ ഒരു വിലയ്ക്ക് തന്നെയാണോ നമുക്ക് ഈ സാധനം കിട്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആ ഒരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ കരാർ രൂപീകരിക്കുമ്പോൾ അതിൽ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത് സപ്ലയേഴ്സിന് നമ്മൾ ആ പർച്ചേസിങ്ങിന് വേണ്ടിയ ഓർഡറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ആ പർച്ചേസ് ആരാണ് ചെയ്യുന്നത്, അവരാണ് കസ്റ്റമേഴ്സ്. ആ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളും ആ സപ്ലയേഴ്സും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാറുകൾ രൂപപ്പെടുത്തുന്നു. അതിൽ ആ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ഏതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതിന്റെ ഡെലിവറി അല്ലെങ്കിൽ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഏത് സമയത്ത് അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അവരത് ഡെലിവർ ചെയ്ത് തരും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എഗ്രി ചെയ്ത് തന്നിട്ട് നമുക്ക് വാക്ക് തന്നിട്ടുള്ള പ്രൈസ്, ആ ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് തരാം എന്നവർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ എഗ്രീഡ് ആയിട്ടുള്ള ആ വാക്ക് തന്ന പ്രൈസ് എത്രയാണ് അതൊക്കെ ആ ഒരു കരാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. Then when you accept the service, അല്ലെങ്കിൽ എന്താണ്, when you accept the invoice from your supplier, you can go together with it to the orders and post it to your accounts. ഇനി എന്താണ്, ഇൻവോയ്സുകള് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഇൻവോയ്സ് ബില്ലുകളുടെ കാര്യം.
പറഞ്ഞായിരുന്നില്ലേ ക്ലാസ്സില് ഇൻവോയ്സ് ബില്ലുകളും സാധാ ബില്ലുകളും തമ്മിലുള്ള വ്യത്യാസങ്ങള്. അപ്പൊ ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞു അല്ലെ, പർച്ചേസിംഗുമായൊക്കെ ബന്ധപ്പെട്ട് ഇൻവോയ്സ് ബില്ലുകളാണ് കൂടുതലും വരുന്നത്. അതില് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബില്ലുകളാണ് അല്ലെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലുകളാണ്. അപ്പൊ അതിൽ ആ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന്റെയും ആ സപ്ലയറിന്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെ. അതുപോലെ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, എത്ര നമ്പർ വേണം, അതുപോലെ ഡിസ്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത്, GST, അത് പ്രൈസ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഈ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെയുള്ള ഇൻവോയ്സ് ബില്ലുകൾ നമുക്ക് അവർക്ക് തരുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കണം അല്ലെ. ആ ഒരു കസ്റ്റമേഴ്സിന് ആ ഒരു ഇൻവോയ്സ് ബില്ല് അവർ നൽകുകയും ആ ബില്ല് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ബില്ലാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻവോയ്സ് ബില്ല് കിട്ടുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പർച്ചേസുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് സെക്ഷനിലെ അവിടെ ആ അക്കൗണ്ട്സുകളിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ ബില്ലുകൾ, പർച്ചേസ് ചെയ്ത് വരുന്ന ബില്ലുകൾ അവരുടെ അക്കൗണ്ട്സിൽ അവർ രേഖപ്പെടുത്തില്ലേ, പിന്നീട് അവർക്ക് അല്ലെങ്കിൽ എന്താ അവർക്ക് ടാലി ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർക്ക് എന്താണ് ടാലി ചെയ്ത് അതുപോലെ ഇനി പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കുറവ് ഓരോ കാര്യങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ അവർക്ക് ഇതെടുത്ത് നോക്കി ചെക്ക് ചെയ്യാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പർച്ചേസ് ഫ്രം സപ്ലയറിൽ നിന്ന് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ആ പർച്ചേസിങ്ങിന് വേണ്ട ഓർഡർ വന്നു കഴിഞ്ഞാൽ സപ്ലയറുമായിട്ട് സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാലിഡ് എഗ്രിമെന്റ് തയ്യാറാക്കുന്നു. അതാരൊക്കെ തമ്മിലാണ്, ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയും ആ സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് തയ്യാറാക്കുന്നു. അതിനനുസരിച്ച് ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ ഏത് സാധനമാണോ, ഏത് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് സർവീസ് ആണോ നമ്മൾ വിതരണം ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് വിതരണം ചെയ്തത്, എത്ര എണ്ണമുണ്ട് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ ഒരു എഗ്രിമെന്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യസമയം, എത്ര സമയത്തിനുള്ളിൽ അവർ ഡെലിവറി ചെയ്യുന്നുണ്ടാവും, നമുക്ക് വാക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്രൈസ്, എത്ര രൂപയ്ക്ക് നമ്മൾ അവർ തരാം നമ്മൾ അവർ സമ്മതിച്ചിട്ടുണ്ട്, ആ ഒരു തുകയും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ അവർ നമുക്ക് ഇൻവോയ്സ് ബില്ലുകൾ തരുന്നു, അതുവഴി നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ കൃത്യമാണോ ചെക്ക് ചെയ്യാനും, അതുപോലെ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടോ നോക്കാം. അതുപോലെ ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ചെക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഇൻവോയ്സ് ബില്ലുകൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് സെക്ഷനുകളിൽ നമ്മൾ അക്കൗണ്ട്സിലേക്ക് രേഖപ്പെടുത്തുകയും വേണം. അതുവഴി നമുക്ക് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് പർച്ചേസിംഗ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പോകാനും, അതുപോലെ തന്നെ എന്താണ് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നാൽ നോക്കാനും സഹായകമായിരിക്കും. ക്ലിയർ ആയോ, പർച്ചേസ് ഫ്രം സപ്ലയർ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ഇമ്പോർട്ട് പർച്ചേസ് അല്ലെ. നിങ്ങൾക്കറിയാലോ എന്താണ് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല്, എന്താ ഇമ്പോർട്ട് ചെയ്യുക, എന്താണ് ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി ചെയ്യുക അല്ലെ. Then import trade means the purchase of goods from a foreign country. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അല്ലെ നമ്മൾ ആ സാധനങ്ങള് പർച്ചേസ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു അല്ലെ. അതാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെയുള്ള സ്ഥലങ്ങളിലൂടെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അതാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. 3 രീതിയിൽ 3 ടൈപ്പിലാണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പർച്ചേസിങ് നടക്കുന്നത്. ലോക്കൽ പർച്ചേസുകൾ നടക്കുന്നുണ്ട്, പർച്ചേസ് ഫ്രം സപ്ലയർ നടക്കുന്നുണ്ട്, ആൻഡ് ഇമ്പോർട്ട് പർച്ചേസ് നടക്കുന്നുണ്ട്. ആ 3 ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. In purchasing, the starting point is the recognition of the need for a material or a product. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ, 2 സെന്റൻസ് ആണ് അതെ. നോക്കി, പർച്ചേസിംഗിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആരംഭിക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ റെക്കഗ്നിഷൻ ഓഫ് ദ നീഡ് ഫോർ എ മെറ്റീരിയൽ ഓൺ എ പ്രൊഡക്റ്റ്. എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സർവീസ് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ കുറെ മെറ്റീരിയൽസ്, സാധനങ്ങൾ ആവശ്യമായി വരില്ലേ? ആ മെറ്റീരിയൽസിന്റെ ആവശ്യകത ആ ഒരു സർവീസിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ വരുന്ന മെറ്റീരിയലിന്റെ ആവശ്യകത എന്താണെന്ന്
തിരിച്ചറിയുക എന്നുള്ളതാണ് ആ പർച്ചേസിംഗിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ആവശ്യമില്ലാത്ത ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആവശ്യമുള്ളവ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് അത് ശ്രദ്ധിക്കണം. എന്താണ് വേണ്ടത്? ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് അതിനുള്ളിൽ ഉള്ള മെറ്റീരിയൽ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായി എത്രത്തോളം ആവശ്യമുള്ളതാണ്, അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു സെന്റൻസ് കിട്ടിയോ? മീനിങ് എന്താന്നുള്ളത്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെൻഡർ അല്ലെങ്കിൽ സോഴ്സ്, അതായത് കച്ചവടക്കാര് അല്ലെങ്കിൽ ആ ഒരു ഉറവിടം നമ്മൾ വാങ്ങിക്കുന്നത് എവിടെയാണോ ആ ഒരു സോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണോ കൂടി പറയുന്ന ഓർമ്മയിലേക്ക് ആ ഒരു പോയിന്റ്. പർച്ചേസിങ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യില്ലേ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഒരുപാട് മെറ്റീരിയൽസ് അതിനുള്ളിൽ വേണമല്ലോ ആ സാധനം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന മെറ്റീരിയൽ ഏതെങ്കിലും ഒരു സാധനമാവാം, ആ സാധനം എത്രത്തോളം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ ആവശ്യകത എത്രത്തോളം എന്നുള്ളത് തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ആവശ്യമുള്ളവയെ മാത്രം, ഇത്രയും എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമില്ലാതെ നമ്മൾ ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആവശ്യമുള്ളവ മാത്രം എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജസ്. നമ്മളൊരു കച്ചവടക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഉറവിടം നമ്മൾ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അല്ലെ. സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 സ്റ്റേജുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ ആണ്. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾക്ക് ഒരു ബിസിനസ് ചെയ്തു, നമ്മൾക്ക് കുറെ സാധനങ്ങൾ ഒരാളിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? നമുക്കിപ്പോ എന്തെങ്കിലും സാധനങ്ങൾ വേണം, നമ്മൾ അവിടെ എന്തെങ്കിലും ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സർവേ സ്റ്റേജ് ചെയ്യും. എന്താണ് സർവേ സ്റ്റേജ് ചെയ്യുക? ആളുകളോട് അന്വേഷിച്ച് സർവേകളിലൂടെ അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് സർവേകളൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ അതേ സാധനങ്ങൾ വിൽക്കുന്ന 1, 2, 3 ആളുകളെ കണ്ടെത്തും. അങ്ങനെയല്ലേ ചെയ്യുക? 1, 2, 3 ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേയിലൂടെ കണ്ടെത്തുന്നു. ക്ലിയർ ആയോ? അതാണ് സർവേ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്താ? സർവേ സ്റ്റേജ്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ച് ആളുകളിലൂടെ സർവേകൾ നടത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ആരാണോ വിൽക്കുന്നത് അങ്ങനെയുള്ള 1, 2, 3 ആളുകളെ നമ്മൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് ആ ഒരു സ്റ്റേജ് ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കി, അങ്ങനെ ഒരു 1, 2, 3 പേരെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? എൻക്വയറി സ്റ്റേജ് ആണ്. അവരെ കുറിച്ച് അന്വേഷിക്കും അല്ലെ. അവരുടെ കയ്യിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ നിലവിലുള്ളത്, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് തരാൻ തയ്യാറാണ്ടോ, അവരുടെ കയ്യിൽ അതിനുള്ള അളവ്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടോ അല്ലെ. അവരുടെ അന്വേഷണം നമ്മൾ നടത്തുകയാണ് അല്ലെ. ആവശ്യമായ അളവിലുള്ള സാധനങ്ങൾ നമുക്ക് തരാൻ ആവശ്യമായ അളവിലുള്ള സാധനങ്ങൾ അവര് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരോട് അന്വേഷിക്കും അല്ലെ. ആ 3 പേരോട് നമ്മൾ അന്വേഷിക്കാറില്ലേ? നമ്മൾ അന്വേഷിക്കും. അതിനുശേഷം അതാണ് എൻക്വയറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ അന്വേഷിച്ചു കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് വരുന്നത് എന്താ? നെഗോഷിയേഷൻ സ്റ്റേജ്. എന്താണ് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാല്? എന്താണ് നെഗോഷിയേഷൻ സ്റ്റേജ്? ചർച്ച നടത്തുന്ന സ്റ്റേജ് ആണ്. ചർച്ച നടത്തുക ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. എന്തൊക്കെ പേരിലാണ് നമ്മൾ അവരോട് ചർച്ച നടത്തുന്നത്? അവരുടെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റിയെ പറ്റിയുള്ള ചർച്ച നടത്തും അല്ലെ. ഗുണനിലവാരം, അതുപോലെ അളവ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി 2 രീതിയിലും, അതായത് അളവും അതുപോലെ തന്നെ കൃത്യമായ അളവിൽ സാധനം ഉണ്ടോ, അതുപോലെ കൃത്യമായ ഗുണനിലവാരം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ളതായിരിക്കണമല്ലോ. കൃത്യമായ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മയുള്ള വസ്തുക്കളാണോ. ആ ലീഡ് ടൈം, എന്താണ് ലീഡ് ടൈം? താഴെ കൊടുത്തിട്ടുണ്ട് നോക്കിയാ. ആ ലീഡ് ടൈം കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കൊടുക്കാം. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ
ആ ഒരു മെന്റ് എന്ന് പറഞ്ഞൊന്ന് വെട്ടിക്കളഞ്ഞേ. മെറ്റീരിയൽ ആക്കിയത് മെറ്റീരിയൽ, ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഷോർട്ട് ആക്കി ചെയ്തിരിക്കുന്നതാണ്. ലീഡ് ടൈം എന്ന് പറയുന്ന ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയൽ ഏത് സാധനമാണോ നമുക്ക് വേണ്ടത് അത് ഓർഡർ ചെയ്യുന്നത് മുതല് അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടുന്നത് വരെയുള്ള അല്ലെ കിട്ടാനെടുക്കുന്ന ഒരു സമയമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. സാധനം നമ്മൾ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ഓർഡർ ചെയ്തു, അത് നമുക്ക് കിട്ടുന്നത് വരെയുള്ള ആ ഒരു സമയം, കിട്ടാനെടുക്കുന്നത് വരെയുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈം ഡ്യൂറേഷൻ ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും അവരോട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുണമേന്മയുള്ള സാധനങ്ങൾ അവരുടെ അടുത്തുണ്ടോ, അതുപോലെ ശരിയായ അളവിലെ സാധനങ്ങൾ നമുക്ക് അവർക്ക് തരാൻ പറ്റുമോ, അതുപോലെ ശരിയായ ലീഡ് ടൈമിൽ അല്ലെ ശരിയായ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത് ആ പറയുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ആ സാധനം അവർക്ക് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം ഈ പറഞ്ഞ 3 പേരോടും നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഫൈനലൈസ്ഡ് ആണ്, നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും അല്ലെ. ഇനി അതിനുശേഷം നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഓർഡർ കൊടുത്തു, നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവര് നമുക്ക് എന്താണ് ലഭ്യമാക്കി തന്നു, ഡെലിവർ ചെയ്ത് തന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എന്താ, എക്സ്പീരിയൻസ് സ്റ്റേജ്, അനുഭവം അല്ലെ, അനുഭവഘട്ടമാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു, നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ഈ സാധനം കിട്ടുമല്ലോ, ആ കിട്ടിക്കഴിഞ്ഞുള്ള അനുഭവമാണ് എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ്, നമുക്ക് ആ സാധനം കിട്ടി, നമ്മൾ ആ പറഞ്ഞ ക്വാളിറ്റിയിലുള്ളതാണോ, പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സാധനം ഉണ്ടോ, ശരിയായ സമയത്ത് നമുക്ക് അത് ലഭ്യമാക്കി തന്നോ അവര്, അതുപോലെ അവരുമായിട്ട് നമ്മൾ ആ ഒരു പർച്ചേസിംഗ് ഡീല് നടത്തിയപ്പോ നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായി കാണുമല്ലോ. അപ്പൊ അത് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാം, മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പിന്നീട് അവരോട് ഡീൽ ചെയ്യുന്നത് അല്ലെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ അവരെ തന്നെ പിന്നെയും ചൂസ് ചെയ്യില്ലേ, പിന്നെയും ആ പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് നമ്മൾ അവരെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. എന്നാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയതെങ്കിലോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയതെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ ആ ആളെ തന്നെ ഏൽപ്പിക്കോ, പിന്നെയും പർച്ചേസ് ചെയ്യാനായിട്ട് അയാളുടെ തന്നെ ആശ്രയിക്കോ, ഇല്ല, വേറെ ആളുകളെ നോക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാ ഇവിടെയും പറയുന്നത്. നോക്കിയേ, നമ്മൾ ഈ ഒരു 4 സ്റ്റേജുകൾ അവരെന്ത് ചെയ്യുന്നു, സെലക്ഷൻ നടത്തുന്നു. അവരെ നല്ല കസ്റ്റമർ, നല്ല കച്ചവടക്കാരാണോ അല്ലെങ്കിൽ നല്ല സോഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ ഈ 4 സ്റ്റേജുകളിലൂടെ കടന്നു പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. ആദ്യം നമ്മൾ സർവേകളിലൂടെ നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ നൽകുന്ന, വിൽപ്പന നടത്തുന്ന വെണ്ടേഴ്സ് അല്ലെങ്കിൽ കച്ചവടക്കാരാണ് എന്നുള്ളത് 1, 2, 3 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. രണ്ടാമത് നമ്മൾ അവരുടെ അന്വേഷണങ്ങൾ നടത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരുടെ പക്കലുണ്ടോ, അത് നല്ല രീതിയിൽ അളവിൽ നമുക്ക് തരാനായിട്ടുള്ള സാധനങ്ങൾ അവരുടെ കൈവശമുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുന്നു. അതിനുശേഷം അവരുമായിട്ട് ചർച്ചകൾ നടത്തി നമ്മൾ ആ ഒരു ആവശ്യമായിട്ടുള്ള ഗുണനിലവാരത്തിലുള്ള സാധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ക്വാണ്ടിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതുപോലെ കൃത്യമായി തരേണ്ട ആ ഒരു സമയം അല്ലെ, അതാണ് ലീഡ് ടൈം ഡ്യൂറേഷൻ ആണ്. നമ്മൾ ഓർഡർ കൊടുക്കുന്നത് മുതൽ ആ സാധനം കിട്ടുന്നത് വരെയുള്ള ആ ഒരു സമയം, അത് കൃത്യമായ സമയത്തിനുള്ളിൽ അത് ലഭ്യമാക്കി തരുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരോട് ചർച്ച ചെയ്യുകയും ഒരാളോട് നമുക്ക് എന്താണ് ഓക്കെയാണ്, ആ ഒരു വ്യക്തി നമുക്ക് ഓക്കെയാണ്, ഒരു കച്ചവടക്കാരൻ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ഓക്കെയാണ് തോന്നാല് അവർക്ക് നമ്മൾ പർച്ചേസിങ് ഓർഡർ കൊടുക്കുന്നു, നമ്മൾ അവരിൽ നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. അതാണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്, എക്സ്പീരിയൻസ് സ്റ്റേജ്. വന്നിരിക്കുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റി, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിലുണ്ടെങ്കിൽ, നല്ല കൃത്യമായ സമയാധിഷ്ഠിതമായ സമയബന്ധിതമായ സാധനം ഡെലിവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ അവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു ഡീലിങ്സ് വളരെ മികച്ചതായിരുന്നെങ്കിൽ നമ്മൾ അവരെന്തായി ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി അല്ലെ, നല്ലൊരു അനുഭവം കിട്ടി, നമ്മൾ പിന്നെയും അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവരെ തന്നെ സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് തന്നെ നമ്മൾ പിന്നീടുള്ള പർച്ചേസുകൾ ചെയ്യും. അല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറൊരാളെ നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, മാറ്റി വേറൊരാളെ പർച്ചേസിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് അവർ ഇതുപോലെയുള്ള സ്റ്റേജുകളിലൂടെ കടന്നു പോകുക. ഓക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് അവർക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസിങ് കൊടുക്കും അല്ലെ. അതുകൊണ്ട് തന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ലാട്ടോ ഇവിടെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എഴുതിയത്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്
അതൊന്ന് ഈസ് ഡ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നില്ലേ, അതൊന്ന് വെട്ടിയേ ഞങ്ങള്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി ടു എന്നാക്കാം. ഹാവ് duty to spend money judiciously. Have duty to spend money judiciously, objectively, honestly and effectively. അതുകൊണ്ട് തന്നെ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ചുമതലയിൽ വരുന്നത് എന്താണ്? സ്പെൻഡ് മണി. ടു സ്പെൻഡ് മണി എന്ന് പറയുന്നത് പണം വിനിയോഗിക്കൽ അല്ലെ. എങ്ങനെയാണ് പണം വിനിയോഗിക്കേണ്ടത്? ജുഡീഷ്യസ്ലി, എന്താ, വിവേകപൂർണമായി, ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായും, ഹോണസ്റ്റ്ലി, സത്യസന്ധമായും, ആൻഡ് എഫക്റ്റീവ്ലി, കാര്യക്ഷമമായും. അതുപോലെ എന്താണ്? കാര്യക്ഷമമായിട്ടും സത്യസന്ധമായും അതുപോലെ വസ്തുനിഷ്ഠമായും ജുഡീഷ്യസ്ലി, എന്താ, വിവേകപൂർണമായിട്ടും ആയിരിക്കണം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്പെൻഡ് മണി, എന്താ, പണം വിനിയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ചുമതലയാണ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. എപ്പോഴും നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്ത് വാങ്ങുമ്പോ അത് എങ്ങനെയായിരിക്കണം? അതിന്റെ പണം, നമ്മൾ ആ പർച്ചേസിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന പണം എപ്പോഴും പണം വിനിയോഗിക്കേണ്ടത് ശരിയായ, വളരെ സത്യസന്ധമായതും വളരെ കാര്യക്ഷമമായിട്ടുള്ളതും വിവേകപൂർണമായിട്ടും വസ്തുനിഷ്ഠവുമായിട്ടുള്ള രീതിയിലായിരിക്കണം ആ ഒരു മണി സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പണം ചിലവഴിക്കേണ്ടത്. അത് ആരുടെ ചുമതലയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. ക്ലിയർ ആണോ അത്രയും ഭാഗം? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.